കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. നമസ്തേ, എല്ലാവരും വരും. ഞാൻ കലയരങ്ങൻ്റെ ദിവസമായ ഇന്ന് ഞാനൊരു പാചകം തന്നെയാവാം. ചക്കമാങ്ങകളുടെ കാലല്ലേ, ധാരാളം കാറ്റുമഴയുണ്ട്, ഇടിമിന്നലുണ്ട്, ധാരാളം മഴ കൊണ്ടങ്ങോട്ട് മടുത്തു. ഒത്തിരി തെളിച്ചൊക്കെ ഉണ്ട് അല്ലേ. പക്ഷേ ഞാൻ ഉണ്ടാക്കിയ ഈ വിഭവം ഇപ്പം ഉണ്ടാക്കാത്തിരി ബുദ്ധിമുട്ടാവും കേട്ടോ. കുറച്ച് കാലയാർന്നെങ്കിൽ ഉണ്ടാക്കാനും. അന്നിപ്പം എന്താ പറയാഞ്ഞെന്ന് ചോദിച്ചാൽ സംഗതി വെച്ചാൽ പറഞ്ഞില്ല. ഇപ്പോഴാണ് ഒരു പുതിയ ഐറ്റമായിട്ട് തോന്നി പറയാമെന്ന് വിചാരിച്ചത്. ഞാൻ ഇന്ന് ഉണ്ടാക്കി അവതരിപ്പിക്കാൻ പോകുന്ന ഒരു വിഭവം ഒരു കൊണ്ടാട്ടനാണ്. എന്താ ഈ കൊണ്ടാട്ടൻ? പാവയ്ക്ക കൊണ്ടാട്ടനുണ്ടല്ലോ. പാവയ്ക്ക അരിഞ്ഞ് ഉണക്കി, ഉപ്പിട്ട് ഉണക്കി, വാട്ടൊന്നും വേണ്ട, അരിഞ്ഞ് വെച്ചിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അടച്ച് വയ്ക്കുക 10 മിനിറ്റ് ഉപ്പിട്ടിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിഴിഞ്ഞെടുത്ത് അങ്ങനെ ഉണക്കുക വെയിലത്തിട്ട്. അപ്പോൾ പാവയ്ക്ക കൊണ്ടാട്ടം. അത് എണ്ണയിൽ വറുത്തെടുത്ത ഊണിനൊക്കെ നല്ല സ്വാദാണ്. പയറ് കൊണ്ടാട്ടനുണ്ടാക്കും, കോവയ്ക്ക കൊണ്ടും കൊണ്ടാട്ടനുണ്ടാക്കും. പിന്നെ ഉണ്ടല്ലോ കൊണ്ടാട്ടം, ഈ കായയുടെയൊക്കെ തൊണ്ടുകൊണ്ട്, കായത്തൊണ്ട് കൊണ്ട്, കായ ഓണത്തിനൊക്കെ കായ വറക്കുമ്പോൾ കായത്തൊണ്ട് ഉപ്പേരി വയ്ക്കും, തോരനൊക്കെ വയ്ക്കും, പയറിട്ടിട്ടും പരിപ്പിട്ടിട്ടും ഒക്കെ തന്നെയും വയ്ക്കും. എന്നിരുന്നാലും തൊണ്ട് കുറേ കൂടുതലുള്ളപ്പോൾ അന്നൊന്നും അങ്ങനെ കായത്തൊണ്ട് കളയാതെ ആവുന്നത്ര നമ്മൾ ഉപയോഗിക്കാവുന്നൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ഈ കായത്തൊണ്ട് തോരൻ നോക്കണം പോലെ ഇങ്ങനെ കീറി അവിയലിൻ്റെ കഷ്ണത്തിൻ്റെ ഭാഗത്തിന് തൊലി തന്നെ അങ്ങോട്ട് നോക്കും. എന്നിട്ട് ഒന്നങ്ങോട്ട് ഈ പറഞ്ഞതുപോലെ ആവി കയറ്റും. ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റി ഉപ്പിട്ടിട്ടുള്ളത് ഉണക്കി അങ്ങനെ ഉണ്ടാക്കും. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു കൊണ്ടാട്ടനാണ്. അരിക്കൊണ്ടാട്ടൻ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അരി കൊണ്ട് മാത്രം, കഷ്ണങ്ങളൊന്നുമല്ല, വേറെ പച്ചക്കറികളൊന്നുമല്ല, അതുപോലുള്ള ഒരു കൊണ്ടാട്ടൻ, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ ചക്ക മാങ്ങയൊക്കെ ധാരാളമുള്ള കാലമായതുകൊണ്ട് ചക്കക്കുരുവൊക്കെ ധാരാളം ഉണ്ടാകും. എനിക്ക് ഇവിടെ ചക്ക കിട്ടിയപ്പോൾ, ഞാൻ 2 ചക്ക ഒന്നിച്ച് കിട്ടിയപ്പോൾ അത് വരട്ടാനായിട്ട് എടുത്തപ്പോൾ അതിൻ്റെ കുരുവൊക്കെ നല്ല അസൽ ചക്കക്കുരു, കണ്ട കൊതിയാകും. കുറച്ച് കുരുവൊക്കെ ഞാൻ ചക്കക്കുരു മാങ്ങയും കൂടെ കൂട്ടാൻ വെച്ചു. അവിയൽ വെച്ചപ്പോൾ അതിനകത്തേക്ക് ഇട്ടു. ചക്കക്കുരും പാവയ്ക്കയും കൂടെ മെഴുക്ക് വരട്ടി ഉണ്ടാക്കി. ചക്കക്കുരും പയറും കൂടി ഒരു മുളോഷ്യം വെച്ചു. അങ്ങനെ പല സംഭവങ്ങളൊക്കെ മാറ്റി. പുളിങ്കറിയിലിട്ടു ചക്കക്കുരു, അങ്ങനെയൊക്കെ ചെയ്തു. മുരിങ്ങക്കായും ചക്കക്കുരുവൊക്കെ കൂടെ പുളിങ്കറിയൊക്കെ ഉണ്ടാക്കി. എന്നിട്ടും ചക്കക്കുരു ബാക്കി അധികം പഴക്കമില്ല. ഇതൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞ് ഇങ്ങനെ കെട്ടുപോയി കഴിഞ്ഞാൽ അതിനൊക്കെ സ്വാദ് വ്യത്യാസം വരും, സുഖം ഉണ്ടാവില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇത് മുഴുവൻ ചിലവാവണത് അവിടെ ഇരിക്കട്ടെ. ചക്ക വരട്ടലിൻ്റെ അടുപ്പത്ത് കയറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഞാൻ ഈ ചക്കക്കുരു കുറച്ച് ചക്കക്കുരു അധികം അങ്ങോട്ട് എടുത്തിട്ട് കുക്കറിലിട്ടിട്ട് അങ്ങോട്ട് അടുപ്പത്തേക്ക് വെച്ചു. ഒപ്പം നകക്ക വെള്ളമായിട്ട് തൊണ്ടൊന്നും കളഞ്ഞില്ല കേട്ടോ, കഴുകി അരി അങ്ങോട്ട് ഇട്ടു. ഈ ചക്കക്കുരു കുക്കറിൽ ഒരു വിസിലടിച്ചിട്ട് ഞാനത് സ്ലോ ആക്കിയിട്ട് അവിടെ വെച്ചു. അവിടുന്ന് പിന്നെ പതുക്കെ അവിടെ ഇരുന്ന് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുത്ത വിസിൽ വന്നപ്പോൾ ഞാനത് നിർത്തി, അവിടെ വെച്ചു. അത് എന്താണെന്ന് വെച്ചാൽ ഈ വിസിൽ തുടരെയായിട്ട് അടിക്കുന്നതിൽ കാര്യമില്ല. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, കുക്കറിൽ ആവി നിറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് പുറത്തേക്ക് വരുന്നതാണ് വിസിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വിസിൽ വന്നു ഒന്നും ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഒട്ടനെ നിറഞ്ഞിരിക്കല്ലേ, ഒട്ടനെ തന്നെ അടുത്തും നിറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വിസിൽ വരും, 4 വിസിലടിച്ച് 5 വിസിലടിച്ച് അതിലൊന്നും കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഒറ്റ വിസിൽ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് സ്ലോ ആക്കുക. ആ സമയത്ത് നിറയെ ആവിയാണ് കുക്കറിൻ്റെ അകത്ത്. അതിനകത്തുള്ള വസ്തു വേവുക എന്നുള്ള പ്രക്രിയ അവിടെ അങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ സ്ലോ ആക്കി വെച്ചാൽ അതങ്ങനെ നടന്നു. അങ്ങനെ സ്ലോ ആക്കി വച്ചിട്ട് വീണ്ടും ഈ പുറത്ത് പോയ നീരാവിക്ക് പകരം അവിടെ വരുമ്പോൾ അടുത്ത വിസിൽ വരും. ആ സമയത്ത് അപ്പോഴേക്കും ഒരു 4-5 മിനിറ്റിൻ്റെയൊക്കെ വ്യത്യാസം ഉണ്ടാവും. അത്രയും മതി. ഒരുമാതിരി കഷ്ണങ്ങളൊക്കെ നല്ല വേവാം. ഈ ചക്കക്കുരു അങ്ങനെ കേട്ടോ ഞാൻ വേവിച്ചേക്കണേ. ആദ്യത്തെ വിസിൽ കഴിഞ്ഞു, പിന്നെ 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വിസിൽ വന്നപ്പോൾ നിർത്തി.
അങ്ങനെ അവിടെ ഇരുന്നു. അവിടെ അപ്പോഴും കുറേ നേരം ഇങ്ങനെ ഈ വേവുക എന്നുള്ള പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അവിടെ നടന്നു ഒക്കെ കഴിഞ്ഞ് കുക്കർ തുറന്നു നോക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് ടാപ്പ് അങ്ങോട്ട് തുറന്ന് വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് കഴിഞ്ഞപ്പോൾ വെള്ളം ഇങ്ങനെ കവിഞ്ഞ് പോയി. അതിൽ നിന്ന് കണ്ണാപ്പയ്ക്ക് ഇങ്ങോട്ട് കോരി ഒരു വെള്ളം വാലിനെ കൊട്ടയ്ക്കകത്തിട്ടു. എല്ലാ ചക്കക്കുരും ഇങ്ങനെ പതുക്കനെ തൊണ്ടൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഞാൻ ആ തൊണ്ട് പൊട്ടിയതും മാത്രം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ കുരു മാത്രം അങ്ങോട്ട് എടുത്തു. ആ ചുമന്നൊരു മഷിയുണ്ട്, അതൊക്കെ ഉണ്ട് കേട്ടോ. ചിലതിൻ്റെ പോയി, ചിലതിൻ്റെയൊക്കെ അത് എവിടെയുണ്ട്. അത്ര അധികമൊന്നും നമ്മൾ ബുദ്ധിമുട്ടിയില്ല എന്നുള്ള അർത്ഥം. പുറമേയുള്ള തൊണ്ടൊക്കെ കളഞ്ഞ് ചക്കക്കുരു ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് ഇട്ടു. അതിൽ നിന്ന് എടുത്തിട്ട് അത് ഒരു മിക്സിയിലേക്ക് ഇട്ടു. ആ മിക്സിയിലേക്ക് ഇട്ടിട്ട് ഈ ചക്കക്കുരു സുഖമായിട്ട് അസലായിട്ട് അങ്ങോട്ട് അരച്ചു. നല്ല പരിവായി നല്ലതുപോലെ അരഞ്ഞിട്ട് അതൊരു പാത്രത്തിലേക്ക് വെച്ചു. ആ പാത്രത്തിൽ ചക്കക്കുരു അരച്ചത് ഇട്ട പാത്രത്തിലേക്ക് നമ്മൾ ഈ ഇടിയപ്പം, നൂലപ്പം ഒക്കെ ഉണ്ടാക്കുന്ന ഒരു തരം പൊടി കിട്ടും ഇപ്പോൾ പാക്കറ്റായിട്ട്. ആ പൊടി ഉണ്ടായിരുന്നു. ആ പൊടി കുറച്ചിട്ടു. അപ്പോൾ എത്രയും ഉണ്ടോ ചക്കക്കുരു അരച്ചത് അത്രയ്ക്ക് തന്നെ ഈക്വലായ വിധത്തിൽ ഈ അരിപ്പൊടി ഇട്ടു. അരിപ്പൊടി ഇട്ടിട്ട് അതിൽ ഉപ്പിട്ടു, കുറച്ച് കായം പൊടി നല്ലോണം ഇട്ടു, കുറച്ച് ഉപ്പും കായവും മുളക് പൊടി ചുമന്ന കാശ്മീരി മുളകിൻ്റെ പൊടി ഇടുകയാണെങ്കിൽ അങ്ങനെയാവാം. അതല്ല പച്ചമുളകാണെങ്കിൽ ഒരു 5-6 മുളക് അങ്ങോട്ട് അരച്ച് ചേർത്താൽ മതി. അരയ്ക്കണം. അത് ഈ ചക്കക്കുരു അരയ്ക്കണതിൻ്റെ കൂടെ ഞാൻ ഇത്തവണ ചെയ്തത് ചക്കക്കുരു അരയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു 8-10 പച്ചമുളക് അങ്ങോട്ടിട്ടു. അതിൻ്റെ ഏകദേശം അളവനുസരിച്ച് ഒരു എരിവുണ്ടാവാൻ. അപ്പോൾ എന്തൊക്കെ വന്നു, ചക്കക്കുരു അരച്ചതുണ്ട്, അരിപ്പൊടിയുണ്ട്, പച്ചമുളക് അരച്ചതുണ്ട്, കായം പൊടിയുണ്ട്, ഉപ്പുമുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അങ്ങോട്ട് അരച്ചു. പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒന്ന് നല്ലോണം കുറച്ച് വെള്ളത്തോടെ ആയിട്ട് ഇതെല്ലാം കൂടി അങ്ങോട്ട് കലക്കി വെച്ചിട്ട് അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ചു. അടുപ്പത്ത് വെച്ച് അത് പതുക്കെ ഒന്ന് അങ്ങോട്ട് കുറുക്കിയിട്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഇടിയപ്പത്തിൻ്റെ പൊടി കുറുക്കുമ്പോൾ ഇങ്ങനെ കുറുകി വന്നൊരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടു അതിലേക്ക്, ഈ പാത്രത്തിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഒഴിച്ച് ഇളക്കി അത് ഇടിയപ്പത്തിൻ്റെ പാകത്തിന്, കുഴയ്ക്കുന്ന പാകത്തിന് കുറുകി വന്നു കഴിഞ്ഞപ്പോൾ വാങ്ങി അതിൽ നിന്നെടുത്ത് വേഗം വേറെ ഒരു ബേസിനിലേക്ക് മാറ്റി. അവിടെ ഇരുന്ന് അത് ഉണങ്ങാൻ ഇടവരരുത്. ആ ചൂടോടെ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി മറ്റേ പാത്രങ്ങൾ വെള്ളം ഒഴിച്ചിട്ടു. ഈ പാത്രത്തിൽ കുറച്ച് നേരം അവിടെ അടച്ചു വെച്ചിട്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കൈ കൊണ്ട് ഏതാണ്ട് ഒരു കൈ കൊണ്ട് എടുക്കാം എന്നുള്ള പാകം വന്നു. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്നങ്ങോട്ട് കുഴച്ചു. പിന്നെ ഇത്തിരി ഒരു തുള്ളി വെളിച്ചെണ്ണയും ചേർത്തുണ്ട്. അപ്പോൾ ചേർത്ത് കുഴച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ അതിൽ കുറച്ച് എള്ളിട്ടാൽ ഒരു ഇതൊന്നും മാത്രം ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ മുറുക്കുണ്ടാക്കണ അച്ചില്ലേ സേവകനാഴിയുടെ, ആ മുറുക്കുണ്ടാക്കുന്ന അച്ചിട്ടിട്ട് ഈ മാവ് നല്ലോണം കുറച്ച് ഉരുട്ടി അതിലേക്ക് ഇട്ടിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നല്ലൊരു ഷീറ്റിലേക്ക് അങ്ങോട്ട് പിഴിഞ്ഞൊഴിച്ചു. നീളപ്പാടെ ഇങ്ങനെ അങ്ങോട്ട് പിഴിഞ്ഞൊഴിച്ച് വെയിലത്തേക്കാണ് വെച്ചു. ഇത് കാലത്ത് നമ്മൾ ചെയ്യണം പരിപാടി. എന്നാലേ വെയിലുദിച്ച് ചൂട് തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ട് വെക്കാൻ പറ്റണം, മുറ്റത്ത് വെക്കാൻ പറ്റണം. അപ്പോൾ അന്നത്തെ പകൽ തന്നെ വെയിൽ കൊണ്ടു. അങ്ങനെ ഒരു 4 ദിവസം വെയിലങ്ങോട്ട് കൊണ്ടു. വെയിൽ കൊണ്ടു കഴിഞ്ഞ് അത് എല്ലാം എടുത്ത് ഉണക്കി വലിയൊരു ടിന്നിലാക്കി വെച്ച് അതിൽ നിന്ന് ഇടയ്ക്ക് വൈകുന്നേരങ്ങളിൽ ചായയുടെ സമയത്ത് ഞാനിതങ്ങോട്ട് വറുത്ത് അങ്ങോട്ട് വയ്ക്കും. ഹാളിലെല്ലാവരും അച്ഛനും അമ്മയും മക്കളും ഒക്കെ ക്രിക്കറ്റ് കളിയോ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കണ നേരത്ത് അങ്ങോട്ട് വെച്ചു കൊടുക്കും. സുഖമായിട്ട് കഴിച്ചോളൂ. ഇതെന്താത് മുറുക്കാണോ എന്നൊക്കെ ചോദിക്കുക ഇടയ്ക്ക്. ആരെങ്കിലുമൊക്കെ ചോദിക്കും, ഇതെന്താ ഇത് മുറുക്കാണോ, അമ്മ എന്തെല്ലാം അത് പൊട്ടിച്ചെന്നിട്ട് എന്നൊക്കെ ചോദിക്കുക. മുറുക്കല്ലടാ എന്നും പറയും. അതങ്ങോട്ട് കഴിക്കുകയും ചെയ്യും. എന്താണെന്ന് ചോദിക്കും. വീട്ടിലൊക്കെ ഞാൻ സദ്യയൊക്കെ പറയും കേട്ടോ. അങ്ങനെ ചക്കക്കുരു കൊണ്ട് ഒരു കൊണ്ടാട്ടം.
ആ കൊണ്ടാട്ടമാണ്. ഞാനിപ്പം നിങ്ങളെ കാണിച്ചു തരാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടാട്ടൻ 2 തരത്തിലും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഉണക്കി വച്ചേക്കണ കൊണ്ടാട്ടൻ കാണാനുണ്ടോയെന്ന് നോക്കൂ. ഞാൻ അലങ്കാരത്തിന് വേണ്ടി ഒരു പാളയം കുടമ്പഴം വെച്ചേക്കുക കേട്ടോ, ഒരു തണ്ട് കറിവേപ്പിൻ്റെ അല്ലേ. പിന്നെ കാണുന്നത് ഉണക്കി വെച്ചേക്കണ ചക്കക്കുരു കൊണ്ടാട്ടനാണത്. ഈ പ്ലേറ്റിൽ കാണുന്നത് ഇത് പച്ചക്ക ഉണക്കി സൂക്ഷിച്ച് ടിന്നിലാക്കി വെച്ചേക്കുക. വലിയ ടിന്നിലേക്ക് കുറച്ച് ആ ടിന്നിലാക്കി അവിടെ വെച്ചു. ഇത് ഞാൻ വറുത്തു. നിങ്ങൾക്കിത് വറുത്താലും ഇതിൻ്റെ രൂപമൊക്കെ ഒന്ന് കാണണമല്ലോ. വറുത്ത് വെളിച്ചെണ്ണയിൽ നമ്മൾ കൊണ്ടാട്ടം വറക്കണ പോലെ തന്നെ ഇത് നോക്കൂ. ഈ പ്ലേറ്റിൽ ഇത്തിരി നിറ വ്യത്യാസം ഉണ്ട്, അത്രയേ ഉള്ളൂ. ഒരു പഴം ഇവിടെയും അലങ്കരിച്ചു, ഒരു കറിവേപ്പിൻ്റെ എല്ലാം തണ്ട് വിട്ടിട്ട്. ഇത് ചക്കക്കുരു കൊണ്ടാട്ടം. ഇത് സ്വാദാണ്. ഒരു കഷ്ണം തിന്ന് നോക്കൂ, നല്ല മുറുക്കുണ്ട്. ഇതിൽ ഉപ്പുണ്ട്, മുളകുണ്ട്, കായത്തിൻ്റെ ഒരു സ്വാദുണ്ട്. അതാണ് പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ ചക്കക്കുരു ശ്രദ്ധിച്ച ചക്കക്കുരുവിൻ്റെ അരി കൂടി ചേർന്നിട്ടുള്ളൊരു സ്വാദ്. ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം വിട്ടുപോയി. നമ്മൾ ആ കുറുക്കാനായിട്ട് എടുക്കുന്നതിൽ കുറച്ച് സോഡാപ്പൊടി ഇട്ടാൽ നല്ലതാണ്. കാരണം ഇത് വറക്കുമ്പോൾ ഇങ്ങനെ നല്ല പൊലിമയായിട്ട് ഇങ്ങനെ പൊരിഞ്ഞിരിക്കും. ഇതിട്ട ഇത്തിരി സോഡാപ്പൊടി ഇട്ടാൽ അതുകൂടി ചേർത്തോളൂ. ഉപ്പും മുളകും ഇതൊക്കെ കൂടി ചേർക്കണം. എന്നിട്ട് സേവനാഴിയിലും ഒഴുക്കി വെച്ച് ഉണക്കി എടുത്ത് വെച്ചാൽ അതിൻ്റെ ജോലി കഴിഞ്ഞു. ചക്കക്കുരു കുറച്ച് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഒരു വെറൈറ്റി ഉള്ള കൊണ്ടാട്ടം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ വിഭവം എന്താണ്? ചക്കക്കുരു കൊണ്ടാട്ടം. ഇത് ഒരുപക്ഷെ നിങ്ങൾ പലരും ഉണ്ടാക്കിയിട്ടുണ്ടാകും, ഈ വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ. ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ചക്കക്കുരു കിട്ടാൻ വശമുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടിയൊക്കെ എടുത്തിട്ട് കുറച്ച് ചക്കക്കുരുവും ശരിയാക്കി എടുത്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഈ ചക്കക്കുരുവിൻ്റെ പുറത്തുള്ള ആ ചുമന്ന നിറത്തിലുള്ള മഷി ഉണ്ടല്ലോ, നമ്മൾ സാധാരണ കൂട്ടാനൊക്കെ വയ്ക്കാനെടുക്കുമ്പോൾ ആ ചുരണ്ടി കളയാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഗവേഷണം നടത്തി പറഞ്ഞാൽ അതിലൊക്കെ അരിയുടെ തവിടിലുണ്ടല്ലോ പോഷകാംശം എന്നതുപോലെ ഈ മഷിക്കകത്ത്, ഈ ചുമന്ന മഷിക്കകത്ത് ചക്കക്കുരുവിൻ്റെ അതിൽ വലിയ പോഷകാംശമൊക്കെ ഉണ്ടെന്നാണ് പറയണേ. ഉണ്ടാക്കി നമുക്കതും ആയിക്കോട്ടെ, അങ്ങനെ ഒരു ഗുണവും കൂടി ആയിക്കോട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കൂ. ചക്കക്കുരു കൊണ്ടാട്ടം. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി.